ഇതാണ് യുറേക്ക ഫോബ്സിൻ്റെ ഫേസ്ബുക്ക് ആഡ്. ജസ്റ്റ് നമുക്ക് ഈ ഒരു ആഡിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് വാട്സപ്പിലേക്ക് പോയി. അപ്പോൾ ഇവിടെ ഒരു സെയിൽസ് എൻക്വയറി എന്നുള്ള ഒരു മെസ്സേജ് കിടക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് അത് സെൻഡ് ചെയ്തു. അത് സെൻഡ് ചെയ്യുമ്പോൾ കണ്ടോ, അവരെ ഒരു OTP വെരിഫിക്കേഷൻ, എനിക്കിപ്പോൾ ഒരു SMS ആയിട്ടൊരു OTP വന്നു. അതിൻ്റെ ഒപ്പം ആ ഒരു OTP വെരിഫൈ ചെയ്യാനും എനിക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ റീസെൻഡ് ചെയ്യാനുള്ള 2 ഓപ്ഷൻ. അപ്പോൾ ഞാൻ എൻ്റർ OTP എന്നുള്ള അടിച്ചു. എന്നിട്ട് ഇവിടെ വന്ന OTP അടിച്ചു കൊടുക്കുകയാണ്. അത് കൊടുത്തു. അപ്പോൾ അതിൽ സർവീസ് സപ്പോർട്ട്, സെയിൽസ് എൻക്വയറി, AMC പ്ലാൻസ് 3 ഓപ്ഷൻസാണുള്ളത്. അപ്പോൾ സെയിൽസ് എൻക്വയറി എടുത്തു. നമ്മൾ എങ്ങനെയാണ് അവരൊരു സെയിൽസ് ഇതിലൂടെ നടത്തുന്നത് നമുക്ക് നോക്കാമല്ലോ. ഇതിൽ പേര് ഈ രൂപത്തിൽ കൊടുക്കുകയാണ്, പിൻകോഡ്. അപ്പോൾ ഇവിടുന്ന് അതിൻ്റെ ഓപ്ഷൻസ് ഏതൊക്കെ പ്രോഡക്റ്റാണെന്നുള്ളത് ഇവിടുന്ന് സെലക്ട് ചെയ്യാനുള്ള ഇത് വരുന്നുണ്ട്. ഞാൻ വാട്ടർ പ്യൂരിഫയർ തന്നെ സെലക്ട് ചെയ്തു. വേറെ ഓപ്ഷൻസ് ചോദിക്കുന്നുണ്ട്. ഷോപ്പ് നോ, ഹോം ഡെമോ, സ്റ്റോർ ലൊക്കേറ്റർ, ബിസിനസ് എൻക്വയറി. ഞാൻ സ്റ്റോർ ലൊക്കേറ്റർ എടുത്തു നോക്കുകയാണ്. അപ്പോൾ സ്റ്റോർ ലൊക്കേറ്റർ കൊടുത്തപ്പോൾ ഇവിടെ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോറുകൾ കാണാൻ പറ്റുന്നുണ്ട്, ഇത് വരുന്നുണ്ട്. അതുപോലെ അവരുടെ ഒരു സർവേ രൂപത്തിൽ കണ്ടോ, ഇപ്പോൾ ഈ ഒരു ചാറ്റ് ബോട്ട് ഹെൽപ്ഫുൾ ആയിരുന്നോ എന്ന് ചോദിച്ചിട്ടുള്ളൊരു സർവേ. എസ് ആണെങ്കിൽ എസ് അടിക്കുക, നോ ആണെങ്കിൽ നോ അടിക്കുക. ഇവിടെ ഇനിയിപ്പോൾ ഷോപ്പ് നോ അടിച്ചു കഴിഞ്ഞാൽ ഇത് പോകുന്നുണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ കണ്ടോ, ഷോപ്പ് നോ അടിച്ചിട്ട് ഇതാവുന്നില്ല. അപ്പോൾ ഈ ഒരു മെസ്സേജ് എന്താണ്, ഇവിടെ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു കോൺവെർസേഷൻ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ ആപ്പ് ഉണ്ട്, അത് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാന്നെല്ലാം പറഞ്ഞിട്ട് ഒരു താങ്ക് യു മെസ്സേജ് നമുക്ക് തന്നു. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താ വെച്ചാൽ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കണ്ടില്ലേ, ഷോപ്പ് നോ, ഫ്രീ, ഹോം ഡെമോ, സ്റ്റോർ ലൊക്കേറ്റർ, ബിസിനസ് എൻക്വയറി. ഈ രൂപത്തിൽ നമ്മൾ ആ പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് കൊടുക്കുക. പിന്നെ അതുപോലെ നമ്മുടെ പ്രോഡക്റ്റ് കാറ്റഗറീസ് കൊടുക്കുക. പിന്നെ അതുപോലെ നമ്മളെ മറ്റുള്ള കാര്യങ്ങൾ, ഇപ്പോൾ സർവീസ് ആണ്, സപ്പോസ് സെയിൽസ് ആണ്, AMC പ്ലാൻ ആണെങ്കിൽ അങ്ങനെ എല്ലാം കൊടുക്കാം. ഓക്കെ. ഇപ്പോൾ കണ്ടോ, രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ OTP അടിച്ചു. അപ്പോൾ സെയിൽസ് എൻക്വയറി, AMC പ്ലാൻസ്, AMC സപ്പോർട്ട് പ്ലാൻസ് നോക്കാം നമുക്ക്. അപ്പോൾ കണ്ടോ, ഈ ഒരു വാട്സപ്പ് നമ്പർ വെച്ചിട്ട് ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ള രൂപത്തിലാണ് വരുന്നത്. അപ്പോൾ സർവീസ് കംപ്ലൈൻറ്റ്, ഇൻസ്റ്റലേഷൻ റിക്വസ്റ്റ്, അൺഇൻസ്റ്റാൾ ഓർ റീഇൻസ്റ്റാൾ, AMC പ്ലാൻസ്, പ്രൊഫൈൽ അപ്ഡേഷൻ, ആ രൂപത്തിൽ AMC പ്ലാൻസ് എടുത്ത് നോക്കാം. ഇതൊന്നുമില്ല, ഇവിടുന്ന് ഡാറ്റ കിട്ടുന്നത് അവരുടെ ഡാറ്റാബേസുമായിട്ട് മാച്ച് ചെയ്യും, എന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ നടക്കുന്നത്. AMC പ്ലാൻസ് 599 പെർ ഇയർ മുതൽ ലഭ്യമാണെന്നുള്ള രൂപത്തിലുള്ളൊരു മെസ്സേജ്. നമ്മുടെ മെസ്സേജ് മൊബൈൽ നമ്പർ അടിക്കാം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇതുപോലെയൊക്കെയാണ് ഓരോ കമ്പനികളും വാട്സപ്പിനൊക്കെ മാക്സിമം ഉപയോഗപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇതുപോലെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കണക്ട് ചെയ്യാം, അല്ല ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിലും കണക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ കണ്ടോ, ഈ ഒരു 5 മിനിറ്റ് ഏകദേശം കഴിഞ്ഞപ്പോൾ ഈ ഒരു കോൺവെർസേഷൻ എൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നത് കണ്ടോ. ഇവിടെ ഈ ലാസ്റ്റ് 2 മെസ്സേജ്. ആദ്യം റെസ്പോൺസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്, പിന്നെ അതൊരു 10 മിനിറ്റിന് ശേഷം ആ ഒരു കോൺവെർസേഷൻ എൻഡ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു റിമൈൻഡിങ് രൂപത്തിൽ. ഇനി ഒരു ഹായ് അയച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ചെയ്യുന്നവരെല്ലാം ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുക.